കർമ്മം ആരെയും ബന്ധിക്കുന്നില്ലെന്നും അത് സംഭവിക്കുന്നത് പരമാത്മശക്തി കൊണ്ടാണെന്നും കൈമനം മാതാമൃതാനന്ദമയി മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. കർമ്മം ഒരു പേന കൊണ്ട് എഴുതുന്നത് പോലെയാണ്. പേന ഒരു ഉപകരണം മാത്രമാണ്. എഴുതുന്ന ഒന്നിൻ്റെയും അവകാശം പേനയ്ക്കില്ലെന്നും സ്വാമി പറഞ്ഞു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമേന്ദ്രൻ തൻ്റെ ബാല്യകാലത്ത് തൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് അതിനുശേഷം രാജ്യമൊക്കെ സന്ദർശിക്കാൻ ഇറങ്ങി. അപ്പോൾ ഈ രാജ്യ സന്ദർശനം കഴിഞ്ഞു, വേദങ്ങളെല്ലാം പഠിച്ചു. വേദങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കർമ്മകാന്ഡം, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഹോമങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, മഴ പെയ്യാൻ എന്ത് ചെയ്യണം, രാജ്യം നേടാൻ എന്ത് ചെയ്യണം, ധനം നേടാൻ എന്ത് ചെയ്യണം, ഇതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ വേദങ്ങളിൽ പറയുന്നുണ്ട്. അത് കർമ്മകാന്ഡം എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്നതാണ് ജ്ഞാനകാന്ഡം. ജ്ഞാനകാന്ഡത്തിലാണ് ഉപനിഷത്തൊക്കെ വരുന്നത്. ഉപനിഷത്തിലൊക്കെ പറയുന്നത് എന്താണ്? ആത്മാവ് മാത്രമാണ് സത്യം, ലോകം മുഴുവൻ മിഥ്യയാണ്, മാർക്കേണ്ടതാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനകത്തൊന്നും ശാശ്വതമായിട്ട് അതിന് നിലനിൽപ്പില്ല. ശാശ്വതമായിട്ട് നിലനിൽപ്പുള്ളത് ആത്മാവിൽ മാത്രമാണ്. ആത്മതത്വം അറിയുക, പരമാർത്ഥ തത്വം അറിയുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം, ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നുള്ളതാണ് ഉപനിഷത്തുകൾ നമ്മൾ ഉപദേശിക്കുന്നത്. അപ്പോൾ രാമനിതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ലോകം ഇറങ്ങി ലോകത്തെ മുഴുവൻ കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ രാമനും ബുദ്ധനുണ്ടായ അതേ അനുഭവം തന്നെയാണ് രാമനുണ്ടായത്. ലോകം മുഴുവൻ ശോകമോഹഗ്രസ്തമാണ്, ഈ ലോകത്തിൽ എന്താണ് നിലനിൽക്കുന്ന ഒന്നുമില്ല, ഇതൊക്കെ അർത്ഥശൂന്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്നത് എന്തിനാണ്? എനിക്ക് ആത്മതത്വം അറിഞ്ഞാൽ മതി, വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വ്യർത്ഥമാണെന്ന് പറഞ്ഞ് രാമനൊന്നും ചെയ്യാൻ പറ്റാതെ മുറിക്കകത്ത് കയറി അടച്ചിരിക്കുകയാണ് ചെയ്തത്. ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെ, ലൗകികമായ യാതൊരു പ്രവൃത്തിയിലും താല്പര്യമില്ലാതെ രാമൻ മുറിക്കകത്ത് കയറി അടച്ചിരുന്നപ്പോഴാണ് വശിഷ്ഠൻ രാമനെ കണ്ട് ഉപദേശിക്കുന്നതാണ് യോഗവാസിഷ്ഠൻ. അവിടെ വശിഷ്ഠൻ ഉപദേശിക്കുന്ന കാര്യം, നീ ലോകത്തിൽ എന്ത് കർമ്മം ചെയ്താലും അതൊന്നും നിന്നെ ബന്ധിക്കുന്നില്ല. കാരണം ഈ കർമ്മങ്ങൾ മുഴുവൻ നടക്കുന്നത് പരമാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. നീ പരമാത്മാവിനെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്, നീ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുമ്പോഴാണ് നിനക്ക് ഈ ശോകമോഹങ്ങളൊക്കെ നിന്നെ ബാധിക്കുന്നത്. അതല്ല, പരമാത്മാവിൻ്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണത്തിന് താൻ ചെയ്യുന്ന പ്രവൃത്തിയോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു പേന കൊണ്ടൊരു ജഡ്ജി ഒരാൾക്ക് മരണശിക്ഷ എഴുതുകയാണ്, അതുകൊണ്ട് പേനയ്ക്ക് അതിൻ്റെ ഇതുമെല്ലാം ബാധിക്കും. അല്ലെങ്കിൽ ഒരാളെ വെറുതെ വിടുകയാണ്, അതിൻ്റെ പുണ്യം പേനയ്ക്ക് കിട്ടും, ഒന്നുമില്ല. ഒരു കവിത എഴുതിയാൽ കവിതയുടെ ഓണർഷിപ്പ് പേനയ്ക്കില്ല. പേന അത് എഴുതുന്നു, അതിന് ഉപകരണം മാത്രം. അപ്പോൾ അതേപോലെ നീ ലോകത്തിൽ നിൻ്റെ കർമ്മങ്ങളെ ലോകത്തിൽ ലോകോപകാരപ്രദമായിട്ട് യജ്ഞരൂപത്തിൽ ലോകത്ത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ധർമ്മം. അത് നീ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനകത്ത് മറ്റൊന്നും നിന്നെ ബന്ധിക്കുന്നില്ല. ഈ ശോകത്തിന് വാസ്തവത്തിൽ കാരണമില്ല. നീ യഥാർത്ഥത്തിൽ ആത്മസ്വരൂപനാണ്. അല്ല എന്നുള്ള നിൻ്റെ ധാരണയാണ് നിനക്ക് ഈ ദുഃഖത്തിന് കാരണമായിത്തീരുന്നത്. നീ ശരീരമാണ്, നീ മനസ്സാണ്, നീ പ്രാണനാണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നിനക്ക് ദുഃഖത്തിന് കാരണമായിത്തീരുന്നത്. ഈ ബോധം രാമന് ഉണ്ടാകാൻ രാമനെ സഹായിച്ചത് യോഗവാസിഷ്ഠമാണ്. അപ്പോൾ ആ യോഗവാസിഷ്ഠത്തിൽ കൂടിയാണ് രാമനായി മാറുന്നത്. രാവണനും യജ്ഞാനുഷ്ഠിച്ചു, രാവണനും പൂജകൾ ചെയ്തു, രാവണനും ഭക്തനായിരുന്നു. പക്ഷെ ഞാൻ എന്നുള്ള ഭാവം അവിടെ പോയിട്ടില്ല. ആ ഞാനാണിതൊക്കെ ചെയ്യുന്നത്, എനിക്ക് വേണം, സീതയെ എൻ്റെ സ്വന്തമാക്കണം എന്നുള്ളൊരു ഭാവം വന്നതോടുകൂടി ഈ രാവണൻ്റെ പതനത്തിന് കാരണമായി. അപ്പം ഞാൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയിൽ നിന്നും ഭിന്നമല്ല, ആ പ്രപഞ്ചശക്തിയാണ് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, നമ്മുടെ ഈ അഹങ്കാരത്തെ ഒന്ന് മാറ്റിവെക്കാൻ സാധിച്ചാൽ, അഹങ്കാരമാണ് വാസ്തവത്തിൽ രാവണനെ കൊന്നത്, അല്ല രാമബാണം അല്ല എന്ന് മണ്ഡോദരി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. രാമായണത്തിൻ്റെ ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ യോഗവാസിഷ്ഠമൊക്കെ പഠിക്കുന്നതും നമുക്ക് നന്നായിരിക്കും.